അവള് ഒരിക്കൽ പോലും മുടി ചീകി വെച്ചാൽ പോലും അവള് തന്നെ അത് ഉഴപ്പിക്കളെ. ആലിൻ സീരീസ് ഓഫ് നോട്ട്ബുക്കുകളുടെ പ്രകാശനമാണ് സപ്ലൈകോ ഇന്നിവിടെ നടത്തുന്നത്. ഈ കുഞ്ഞിനെ സംബന്ധിച്ചുള്ള വാർത്തകളും ഒക്കെ ഏറെ നമ്മൾ ശ്രദ്ധിച്ച ഒന്ന് തന്നെയാണ്. ഒരുപാട് പേരുടെ ഹൃദയത്തെ സ്പർശിച്ച ഒരു ആലിൻ്റെ. ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് എന്ന നിലയിൽ ലോകത്തെമ്പാടും വലിയ ഒരു സന്ദേശവും മാതൃകയുമായി ആ കുഞ്ഞിൻ്റെ ജീവിതം കടന്നു വന്നിരിക്കുകയാണ്. ഈ ലോകം വളരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. കാരണം ആ കുഞ്ഞു മാലാഖയുടെ തലമുടി വളരെ ഞങ്ങളെ ടച്ച് ചെയ്യുന്നതാണ്. കാരണം അവൾ ഒരിക്കൽ പോലും മുടി ചീകി വെച്ചാൽ പോലും അവൾ തന്നെ അത് ഉഴപ്പിക്കളെ. അതുപോലെ ഉള്ളൊരു മുടിയാണ് അതിൽ വരച്ച് ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ക്യാപ്ഷൻ ഷെയർ ദ ഗിഫ്റ്റ് ഓഫ് ലൈഫ്, അതും വളരെ ഹൃദയസ്പർശിയാണ്. ഞങ്ങളുടെ ജീവനെ തന്നെയാണ് ഞങ്ങൾ പകുത്തു നൽകിയിരിക്കുന്നത് എന്ന് ഉറച്ചു പറയാൻ കഴിയും. അതിന് SH തേവര വിദ്യാർത്ഥികളും അധ്യാപകരുമായ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. വളരെ മനോഹരമായ ലോഗോയും ക്യാപ്ഷനും വളരെ രസകരമായ ബുക്കുകളും ചേർത്തതിന് നന്ദി അറിയിക്കുന്നു. ഒരു ദൈവം നിയോഗം തന്നെയാണ് ഇത് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. എവർക്കും നന്ദി. ഞങ്ങൾ ആലിൻ എന്നുള്ള ഈ ഒരു ലോഗോയിലേക്ക് എത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ കൺസെപ്റ്റാണ് കംപ്ലീറ്റ്ലി ചെയ്തത്. കാര്യം ആലിൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ കുട്ടികളായിട്ട് ആ ഒരു പേരും കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ഒരു ഏഞ്ചൽ എന്നുള്ളൊരു കൺസെപ്റ്റാണ് കുട്ടികളുടെ മനസ്സിലേക്ക് ആദ്യം വന്നത്. അപ്പോൾ അതിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലോഗോ ക്രിയേഷൻ്റെ എല്ലാം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ഏഞ്ചലിൽ നിന്നാണ് അവർ ആ ഒരു ലോഗോയിലേക്ക് എത്തിയത്. പിന്നെ അതുപോലെ ആലിൻ എന്നുള്ളൊരു ലെറ്റർ ഉണ്ടല്ലോ, ആ ലെറ്ററിൽ നിന്ന് ആ ഒരു എയ്ക്ക് ഹൈലൈറ്റ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ആ ലോഗോ ക്രിയേഷനിലേക്ക് വന്നേക്കുന്നത്. ഞാനാണ് അപ്പോൾ ലോഗോ ചെയ്തത്. ഫസ്റ്റ് തന്നെ ജഗൻ സാറ് ഞങ്ങളുടെ അടുത്ത് ആലിൻ എന്നുള്ള പേര് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് റിസേർച്ച് നടത്തി. ഓൾറെഡി ഈ ന്യൂസിനെ പറ്റി അറിയാമായിരുന്നു. പിന്നെ അതുപോലെ കുറച്ചും കൂടി റിസേർച്ച് നടത്തി. അപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് മാലാഖ എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ഒരു കുട്ടി മാലാഖ, അവയവദാനം ചെയ്ത ഒരു മാലാഖ എന്നുള്ള രീതിയിലാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. അപ്പോൾ അത് ഞാൻ ലോഗോയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഇമേജസൊക്കെ നോക്കുമ്പോഴാണെങ്കിലും ആ ഇമേജിൽ ആ ഒരു മുടി ഇങ്ങനെ പുറത്തേക്ക് നിൽക്കണം എന്നൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ ഞാനതൊരു ആബ്സ്ട്രാക്ട് രീതിയിൽ സിമ്പിളായിട്ട് ആ ഒരു ഇതിനകത്ത് കൊണ്ടുവന്നേ ഉള്ളൂ.